ഓഗസ്റ്റ് 29 വിശുദ്ധ എപ്രാസമ്മിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഒരു ചന്ദന മരത്തിന്റെ കഥയാണ്. ചന്ദനം വളരുന്ന സ്ഥലത്ത് നാം ചെന്നാലും ചന്ദനം പുറപ്പെടുവിക്കുന്ന മണം നമുക്ക് ആസ്വദിക്കാനാകും എന്നില്ല. ചന്ദനത്തിന്റെ മണം ആസ്വാദന വിധേയമാകണം എന്ന് വരികിൽ ചന്ദനം തടി വെട്ടി നിലംപരിശാകണം. അങ്ങനെ നിലംപരിശായി കിടക്കുന്ന ചന്ദനത്തിൽ നിന്നാണ് സുഗന്ധങ്ങള് വമിക്കുള്ളൂ. എപ്രാസമ്മിയുടെ ജീവിതത്തില് ഇത് തന്നെയല്ലേ സംഭവിച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എപ്രാസമ്മിയാകുന്ന ആ ചന്ദനമരം 1952 ഓഗസ്റ്റ് മാസം 29 ഒല്ലൂരിലുള്ള സെന്റ് മേരീസ് മഠത്തിൽ വെച്ച് നിലംപരിശായപ്പോൾ യഥാർത്ഥത്തിൽ പുണ്യത്തിന്റേതായിട്ടുള്ള സുഗന്ധം അത് പരത്താനിടവന്നു എന്നുള്ളതാണ് സത്യം. ഈ സുഗന്ധത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു പരിവേഷം ഉൾക്കൊള്ളാനിടവന്ന ഒരു വ്യക്തിയാണ് തൃശൂർ ജില്ലയിലുള്ള തരകൻ കുടുംബത്തിൽ ജീവിക്കുന്ന തോമസിന്. ആ തോമസിന് ക്യാൻസർ രോഗം ബാധിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥനയുടെ ഫലമായിട്ട് അത്ഭുതകരമായ എന്ന രീതിയിൽ തന്നെ ആ ക്യാൻസർ രോഗത്തിൽ നിന്ന് തോമസിന് വിമുക്തി കിട്ടി എന്നുള്ളതാണ് ഈ പുണ്യത്തിന്റെ സുഗന്ധം അനുഭവിക്കാനിടവന്ന ആ തോമസിന്റെ ജീവിതാനുഭവം. ഇതാണ് വത്തിക്കാനിലേക്ക് എടുക്കപ്പെട്ടതും വത്തിക്കാൻ പുണ്യത്തിന്റെ ഒരു പരിമളമായിട്ട് അതിനെ സ്ഥിരീകരിച്ച് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഈ അമ്മയെ ഉയർത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട അത്ഭുതവും. ആ വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനം നടന്നത് 2006 ഡിസംബർ മാസം 3 ഒല്ലൂർ വെച്ച് അത്യുന്നത കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവായിരുന്നു അത് നടത്തിയത്. സഭയുടെ പ്രതിനിധിയായിട്ട് ഔപചാരികമായ രീതിയിൽ എപ്രാസമ്മ സ്വർഗത്തിലെ നിവാസിയായിട്ട് തീർന്നുവെന്ന് വാഴ്ത്തപ്പെട്ടവളായിട്ട് അവിടെ വെച്ചാണ് പ്രഖ്യാപനമുണ്ടായത്. ഇന്നും അമ്മയുടെ സുഗന്ധം പരന്ന് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സുഗന്ധം ജനിച്ചു വീഴാൻ ഇടവന്ന സ്ഥലം കാട്ടൂരാണ്. 1877 ഒക്ടോബർ മാസം 17 എപ്രാസമ്മയുടെ ജനനം. ചുവപ്പുകാരൻ കുടുംബത്തിലാണ് എപ്രാസമ്മ ജനിച്ചത്. സാമ്പത്തികമായി വളരെ ഭദ്രതയുള്ളൊരു കുടുംബമായിരുന്നു. എപ്രാസമ്മയുടെ മാതാപിതാക്കന്മാർ അന്തോണി, കുഞ്ഞേലി ഇവരായിരുന്നു. ഇവരുടെ 9 മക്കളിൽ 8ാമത്തവളായിട്ടാണ് റോസ എന്ന പേര് കൊടുത്ത റോസി ജനിച്ചു വീഴാനിടവന്നത്. എപ്രാസമ്മയുടെ മാമൂസ പേരായിരുന്നു റോസ. അവൾ സമ്പന്നമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു കുടുംബത്തിലെ എന്ന് വരികിലും ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളിലെ അത്ര കണ്ട് പ്രാഗൽഭ്യം അതില് അത്ര കണ്ട് സമ്പന്ന ആയിരുന്നില്ല അവള് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പഠന വിഷയങ്ങളിൽ അവൾ പലതിലും പുറകോട്ടായിരുന്നു. വളരെ ശരാശരി അതിനേക്കാൾ താഴ്ന്ന നിലവാരം പുലർത്തിയിരുന്നൊരു വ്യക്തി. ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളിൽ കുറഞ്ഞാലും പുണ്യത്തിൽ യഥാർത്ഥത്തിൽ അത് വളരെ വളരെ സമ്പന്നയായിരുന്നു ആ റോസി. റോസിക്ക് ചെറുപ്പത്തിലെ തന്നെ ഉള്ളിൽ ദൈവത്തെപ്പറ്റിയും ദൈവിക കാര്യങ്ങളെപ്പറ്റിയും തികഞ്ഞ ഒരു അവബോധവും ഒരു ആകർഷണവും റോസിക്ക് ഉണ്ടായി. അതിന് ഒരു പക്ഷേ കാരണം റോസിയുടെ അമ്മ കുഞ്ഞേലി ലീമായിലെ വിശുദ്ധ റോസിനെ പറ്റി കുഞ്ഞുനാളിൽ തന്നെ ഈ റോസിയെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് ലീമായിലെ റോസ് പോലെ ഒരു പുണ്യവതിയാകണം എന്നുള്ളൊരാഗ്രഹം ചെറുപ്പത്തിലെ അവളിൽ മുളപൊട്ടി. അതിനുവേണ്ടി അവൾ വിചാരിച്ചു കന്യാമഠത്തിലേക്ക് പോകണം. അന്ന് നാട്ടിൽ മഠങ്ങളില്ല. ഭാരതത്തിൽ തന്നെ ആദ്യമായിട്ട് ഏകദേശീയ സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്ത വാഴ്ത്തപ്പെട്ട ചവറ പിതാവ് തന്നെ സ്ഥാപിക്കാനിടവന്നിട്ടുള്ള പൂനമ്മാവിലെ ആ മഠത്തില് അതായിരുന്നു കേരളത്തിൽ നിന്ന് തന്നെയല്ല ഭാരതത്തിലെ തന്നെ വനിതകൾക്കുള്ള ആദ്യത്തെ കന്യാമഠം തദ്ദേശീയർക്ക് വേണ്ടി നിർമ്മിതമായിട്ടുണ്ടായിരുന്നു. ആ മഠത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹം പുറപ്പെടുവിച്ച റോസി പിതാവ് ശക്തമായി അതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. റോസി ഒരു തരത്തിലും മഠത്തിലേക്ക് പറഞ്ഞയക്കാൻ പിതാവിന് താല്പര്യമില്ല. എന്നാൽ റോസിയുടെ അനുജത്തി കൊച്ചു ത്രേസ്യ വേണമെങ്കിൽ പൊക്കോട്ടെ എന്ന നിലപാടാണ് പിതാവ് എടുത്തത്. എന്തോ ആകസ്മികമായി കൊച്ചു ത്രേസ്യ പെട്ടെന്ന് മരിക്കാനിടവരുന്നു. കൊച്ചു ത്രേസ്യയുടെ ആകസ്മികമായിട്ടുള്ള മരണം പിതാവിന്റെ ചിന്തയിൽ വളരെ വ്യത്യാസം വരുത്തി. അതിനുശേഷം റോസിക്ക് ഇനി അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ റോസി മഠത്തിൽ പൊക്കോട്ടെ എന്ന രീതിയിൽ പിതാവ് തന്നെ റോസിയെ പൂനമാവ് മഠത്തിലെ കൊണ്ടുചെന്നാക്കുകയാണ് ചെയ്യുന്നത്.
അവിടെ 9 വർഷത്തോളം അവിടെ താമസിച്ചു റോസി. ഇതിനിടയിൽ പല രോഗങ്ങളും അവളെ പിടിപെട്ടു. മഠത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ 1-ൽ കൂടുതൽ പ്രാവശ്യം തീരുമാനിച്ചതായിട്ട് ചരിത്രത്തിൽ കാണുന്നു. അപ്പോഴൊക്കെ അത്ഭുതകരമായിട്ട് എന്ന രീതിയിൽ തന്നെ അവളെ അലട്ടിയിരുന്ന അസുഖത്തിൽ നിന്ന് അവൾ സുഖം പ്രാപിച്ചു എന്നുള്ളതാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്നത്. അങ്ങനെ 9 കൊല്ലത്തിന്റെ കൂനമ്മാവിലുള്ള വാസത്തിന് ശേഷം ആണ് വൈന്തലേക്ക് റോസി മാറ്റപ്പെടുന്നത്. അതിന് തക്കതായ ഒരു കാരണമുണ്ടായി. അന്ന് തൃശൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന ജോൺ മേനാച്ചേരി പിതാവ് കൂനമ്മാവിലെ മഠം പോലെ ഒരു കന്യകാമഠം തന്റെ രൂപതയിലും വേണം എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് രൂപതയിലെ ആദ്യത്തെ മഠം എന്ന രീതിയിൽ വൈന്തലയിലെ ഒരു കർമ്മലീത്ത മഠം ആരംഭിക്കുകയാണ്. ആ ആദ്യത്തെ മഠത്തിലാണ് തൃശൂർക്കാരിയായിട്ടുള്ള റോസി കൂനമ്മാവിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട് താമസിക്കാൻ ഇടവരുന്നത്. അത് സംഭവിച്ചത് 1897 അങ്ങനെ 3 വർഷം അവിടെ താമസിക്കാൻ ഇടവരുന്നു. 1897 ശിരോവസ്ത്രം ധരിക്കാനിടവന്ന് റോസി എന്നുള്ള പേര് മാറ്റി എവ്പ്രാസിയ എന്ന പേര് ഈ അമ്മ എടുക്കുന്നത്. 3 കൊല്ലത്തെ വൈന്തലയിലുള്ള കന്യാസ്ത്രീ മഠത്തിലെ താമസത്തിന് ശേഷം 1900 ഒല്ലൂരിലെ ഒരു മഠം വരികയും ആ മഠത്തിന്റെ സെന്റ് മേരീസ് കോൺവെന്റിലേക്ക് അംഗമായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഏതാനും കാലം മണലൂരിലുള്ള മഠത്തിലേക്ക് താമസത്തിനു വേണ്ടി പോയതൊഴിച്ചാൽ മരണം വരെ എബ്രാസമ്മ ജീവിക്കാനിടവന്ന സ്ഥലം ഒല്ലൂരിലുള്ള സെന്റ് മേരീസ് കോൺവെന്റാണ്. അവിടെ കിടന്നുകൊണ്ടാണ് അന്ത്യശ്വാസം തന്നെ വലിച്ചത്. മഠത്തിലുള്ള ജീവിതത്തിലെ ശ്രദ്ധേയമായിട്ട് എന്തെങ്കിലും ഈ അമ്മ ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഈ അമ്മയുടെ ആത്മീയ പിതാവ് എന്ന രീതിയിൽ അന്നുണ്ടായിരുന്നത് രൂപതാധ്യക്ഷൻ തന്നെയായ ജോൺ മേനാച്ചേരി പിതാവായിരുന്നു. ജോൺ മേനാച്ചേരി പിതാവായിട്ട് ഇടയ്ക്കിടയ്ക്ക് ദീർഘമായിട്ടുള്ള എഴുത്തുകൾ എഴുതി അതിന് മറുപടി വാങ്ങുന്ന ഒരു പതിവ് ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് 80 എഴുത്തുകൾ, ഓരോ എഴുത്തും 20ഉം 24ഉം പേജ് നീളുന്ന ദീർഘമായിട്ടുള്ള എഴുത്തുകൾ ഇന്നും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ജോൺ മേനാച്ചേരി പിതാവിനെ അയച്ചിട്ടുള്ള എഴുത്തുകൾ. ഈ 80 എഴുത്തുകളും അത് നിരീക്ഷണം ചെയ്ത് പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായം വറ്റിക്കാനിലേക്ക് അയക്കാൻ വേണ്ടി ഉള്ള ചുമതല എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് ഞാൻ ഈ 80 എഴുത്തുകളും ഞാൻ വായിക്കാൻ ഇടവന്നിട്ടുണ്ട്. ബോധപൂർവം അതിൽ കൂടെ ഞാൻ കടന്നു പോകാൻ ഇടവന്നിട്ടുണ്ട്. എന്നാൽ പുറം ലോകത്തിന് അറിയപ്പെടാവുന്ന രീതിയിൽ ശ്രദ്ധേയമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ അമ്മ തന്റെ ജീവിതകാലത്ത് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ സന്ദർശനത്തിന് വേണ്ടി മഠത്തിലേക്ക് വരുമ്പോൾ അവരോട് വളരെ സൗഹാർദ്ദപൂർവ്വം സംസാരിക്കും. പണം കുറച്ച് കുറഞ്ഞാലും തിരക്കേടില്ല, പുണ്യത്തിൽ കുറയരുത് കേട്ടോ എന്ന് അവരോട് ഉപദേശിക്കാനും അമ്മ മറക്കില്ല. പോകുമ്പോൾ പറയും, ഞാൻ ചത്താലും നിങ്ങളെ മറക്കില്ല കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയക്കുക. അങ്ങനെ ആ മഠത്തിന്റെ അകത്തളങ്ങളിലെ പ്രാർത്ഥനയായിട്ടും മഠത്തിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം ധന്യമാക്കിയ ഒരു മഹതിയായിട്ടാണ് നാം എവ്പ്രാസിമ്മയെ കാണാൻ ഇടവരുന്നത്. ഈ എവ്പ്രാസിമ്മ ജീവിതത്തിൽ വളരെ ലളിതമായിട്ടും നിർമ്മല ഹൃദയത്തോടും കൂടി ജീവിച്ചു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ഏക കാര്യം. ലളിതമായിട്ടും ഹൃദയ നൈർമല്യത്തോടും കൂടെ ജീവിച്ചു. ഇത് ദൈവത്തിന് സംപ്രീതിജനകമായി. അതുകൊണ്ടാണ് എവ്പ്രാസിമ്മ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്ന് വരികിൽ തന്നെ ദൈവത്തിന്റെ മുമ്പിൽ നാം മഹത്വീകരിക്കപ്പെടാൻ ഇടവരണം എന്ന് വരികിൽ, ദൈവത്തിന് കൂടുതൽ പ്രീതിജനകമായിട്ടുള്ള ജീവിതം നമ്മൾ നയിക്കണം എന്ന് വരികിലേ അത് നമ്മുടേതായിട്ടുള്ള സാഹചര്യത്തിലെ ലളിതമായിട്ടുള്ള ജീവിതശൈലിയിലും ഹൃദയ നൈർമല്യത്തോടും കൂടെ ജീവിക്കാൻ ഇടവരിക എന്നുള്ളതല്ലേ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ അമ്മ നമുക്കായിട്ട് നൽകുന്ന സന്ദേശം എന്ന് കരുതുന്നതിൽ തെറ്റില്ല.